നമ്മുടെ DDT പാർട്ടിയുടെ ഈ പ്രാവശ്യത്തെ അജണ്ട, അതെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള അജണ്ട എന്താണെന്നറിയാമല്ലോ. അതായത് INSPയെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക. പരിപൂർണമായും INSP സ്ഥാനാർത്ഥി ആര്? പച്ചക്കുളം പാച്ചുപിള്ളയെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ അജണ്ട. അല്ല പ്രസിഡന്റ്, നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇച്ചിരി ഫണ്ടിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടേ. അല്ലേ, ഫണ്ടൊക്കെ ഇപ്പോൾ ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേ. പാച്ചുപിള്ള ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാടൂ? മന്ത്രിയാ, കേന്ദ്രമന്ത്രി. പിന്നെ പ്രവാഹമായിരിക്കത്തില്ലേ, ഫണ്ടിന്റെ ഒരു പ്രവാഹമായിരിക്കത്തില്ലേ ഇങ്ങോട്ട്. പക്ഷേ ധൈര്യമായിട്ട് നടക്കണോ, പറന്ന് നടക്കാം. പിന്നെ പാച്ചുപിള്ള എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പണ്ട് ഇതുപോലെയൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം കാല് വാരിയിട്ടുള്ള ആളാ. അത് പണ്ട്. അന്ന് പ്രസിഡന്റ് ആരായിരുന്നു? ഞാനായിരുന്നു. അല്ലല്ലോ. അതല്ല എടോ, അന്നത്തെ പ്രസിഡന്റിന്റെ കുഴപ്പമല്ലേ അത്. അവർ തമ്മിൽ ചില പ്രശ്നം ഉണ്ടായി. ഇപ്പം പ്രശ്നം ഉണ്ടാകാത്ത ഏത് പാർട്ടിയിലുള്ളത്? എല്ലാ പാർട്ടിയിലും പ്രശ്നങ്ങളുണ്ടാകും. ഇന്നിപ്പം ഞാനാണ് പ്രസിഡന്റ്, അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. തനിക്കറിയാമല്ലോ ഞാനും പാച്ചുപിള്ളയും തമ്മിലുള്ള ഇരിപ്പോശം എന്താന്ന്. അന്ന് തന്നെ ആ സംഭവത്തിൽ തന്നെ മനസ്സിലായല്ലോ എനിക്ക്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരോട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം. വീടുകളിൽ ഇറങ്ങി പ്രവർത്തിക്കണം. വീടുകളിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം പ്രാവശ്യം പോയാൽ ഒരു ചുരുങ്ങിയത് 3 നേരമെങ്കിലും കയറി ഇറങ്ങണം. അപ്പൊ അന്നത്തെ 3 നേരത്തെ ആഹാരം അവിടെ നിന്നാകാല്. കാലത്ത് കാപ്പി, ഉച്ചയ്ക്ക് ഊണ്, വൈകുന്നേരം ചായ ഉഴുന്നു തുടയും. വൈകിട്ടത്തെ അത്താഴം കഴിഞ്ഞ് അവിടെ കിടന്നിട്ട് രാവിലെ പഴയ കഞ്ഞി കൂടെ കുടിച്ചിട്ട് പോന്നാ. എന്ത് അല്ല പ്രസിഡന്റ്, ഇച്ചിരി വളർച്ച കുറവുണ്ട്. എവിടെ വളർച്ച? നല്ല വളർച്ചയല്ലേ കണ്ടിട്ട്. അതല്ല ബുദ്ധി ബുദ്ധി ബുദ്ധി. ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ? അല്ല പൊതുവേ നമ്മുടെ ഈ അണികൾക്കെല്ലാം ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം. നമ്മുടെ പാർട്ടിയുടെ പേര് DDT എന്ന് പറഞ്ഞ് നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇത് വിഷം വരുന്നു, വിഷം കൊണ്ട് ആൾക്കാർ വരുന്നു എന്ന് പറഞ്ഞൊരു. എടോ, അതൊക്കെ വിവരമില്ലാത്തവന്മാർ പറയുന്നതല്ലേ. എടോ, നമ്മുടെ പാർട്ടി DDT എന്ന് പറഞ്ഞാൽ എന്തുവാ? ഉറുമ്പൂടി. അയ്യോ മണ്ണാൻ കട്ട. എടോ, ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് പാർട്ടി ഓഫ് തിരുവിതാംകൂർ. ഈ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇന്നും ഇന്നലെ ഉണ്ടായിരുന്നു. എടോ, ഇത് പണ്ടേ ഉള്ളതാ. രാജകാലഘട്ടത്തിൽ തുടങ്ങിയ പാർട്ടിയാണിത്. പറഞ്ഞു കൊടുക്കണോ. പിന്നെ രാജഭരണം കഴിഞ്ഞപ്പോൾ ഇത് നോക്കി നടത്താൻ ആളില്ലാതായി. അങ്ങനെയാണ് വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇപ്പം ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേരുടെ കയ്യിലേക്ക് ഇത് വന്നത്. അന്ന് പ്രസിഡന്റ് ഇരുന്ന ഈ സ്ഥാനത്ത് രാജാവ് ഇരിക്കും, ഞാനിരിക്കുന്ന ഈ സ്ഥാനത്ത് മന്ത്രി ഇരിക്കും. അത് കഴിഞ്ഞ് വേണ്ടപ്പെട്ടവർ ഇതാ ഇങ്ങനെ ഇരിക്കും, 3ഓ 4ഓ പേര്. കണ്ടിക്കണ്ട ഒരുപാട് പേരൊന്നും ഉള്ള പാർട്ടിയല്ല. പക്ഷെ ഉള്ളത് നല്ല ശുഷ്കാന്തിയുള്ള കരുത്തരാണ്. അല്ല, ഞാനിതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പ്രസിഡന്റ്. എഴുതി കൊടുത്തു, പാർട്ടിയുടെ പേര് ഇവരെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിപ്പിച്ചു, എല്ലാം ചെയ്തിട്ടുള്ള. അതിന്റെ അറിയാനുണ്ട്. അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. എല്ലാ വീടുകളിലും കയറി ഇറങ്ങണം, സ്ത്രീകളെ കയ്യിലെടുക്കണം. സ്ത്രീകളെ കയ്യിലെടുക്കുമ്പോൾ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ വീടുകളിൽ ചെല്ലുമ്പം കൊച്ചുകുട്ടികൾ കാണും. അവരെ കയ്യിലെടുക്കണം. അവരെ കയ്യിലെടുത്ത് താലോലിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യണം. അപ്പം അങ്ങനെ കുട്ടികളിലൂടെ വേണം സ്ത്രീകളിലേക്ക് കടന്നു. പറഞ്ഞു മനസ്സിലാവും. പിന്നെ അടുക്കളയിൽ കയറി നിറങ്ങി അവിടെ ഈ ചട്ടിക്കലൊക്കെ കാണും. മീൻകറിയൊക്കെ ഉണ്ടെന്ന് വരില്ല, അതിൽ നിന്ന് ഒരു കഷ്ണമൊക്കെ എടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് തിന്ന് ഗംഭീരമായിരിക്കും എന്ന് പറയണം. ജീവിതത്തിൽ ഇതുപോലൊരു കറി അവർ കഴിച്ചിട്ടില്ലെന്ന് പറയണം. അപ്പം എന്താ കാരണം എന്ന് വെച്ചാൽ ഈ വീട്ടിലുള്ള ആണുങ്ങളൊന്നും ഇന്ന് കറികളെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകത്തില്ല. എന്നും അടിയായിരിക്കും, എടുത്ത് മോന്തയ്ക്ക് ഒഴിക്കുകയോ ഒക്കെ ചെയ്യും. നമ്മൾ അവരുടെ വീട്ടിലൊരു അംഗമായെന്ന് അവർക്കൊരു തോന്നലുണ്ട്. അങ്ങനെ വരട്ടെ, അങ്ങനെ ഈ സ്ത്രീകളെ കയ്യിലെടുക്കണം. സ്ത്രീകളെ കയ്യിലെടുത്താൽ നമ്മൾ ജയിച്ചു. കാരണം സ്ത്രീ വോട്ട് കൂടുതലാണ് അവിടെ, നമ്മുടെ ഈ ഏരിയയിൽ. അതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങി പ്രവർത്തിച്ചു. പ്രസിഡന്റ് ഉണ്ടാവുമല്ലോ. ഞാനുണ്ടല്ലോ കൂടെ. ഞാൻ 24 മണിക്കൂർ ഇവിടെ ഇല്ലേ. ഞാൻ ഹോട്ടൽ മുറിയിൽ ഇരുന്ന് സകല കാര്യങ്ങൾക്കും ചണ്ടു വലിച്ചോളാം. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പൊ വിളിച്ചാൽ മതി. ഞാൻ കൃത്യമായിട്ട് അവിടെ എത്തി. പ്രസിഡന്റ്, എന്നെ പ്രധാനമന്ത്രി ആക്കുന്ന കാര്യം കുറിച്ച് വെച്ചോ, ഡയറി എടുത്ത് കുറിച്ച് വെച്ചു. അയാളെ ആക്കുന്ന കാര്യം പ്രത്യേകം ഓർത്തോളാം. അല്ലാതെ അയാൾ അഡ്വാൻസ് ചോദിച്ച് നോട്ടീസ് 5000 നോട്ടീസിന് എന്തെങ്കിലും അഡ്വാൻസ് കൊടുക്കണം. ആരെങ്കിലും പൈസ ഇരിപ്പുണ്ടോ? അത് പിന്നെ കൊടുക്കാം. ഞാൻ നിന്റെ അടുത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ ഈ 5000 നോട്ടീസ്? 5000 നോട്ടീസ് വേണം, ഇലക്ഷൻ അല്ലേ. അപ്പം ഒരു കാര്യം ചെയ്യാം, ഒട്ടിക്കാൻ പറഞ്ഞാൽ ഒട്ടിക്കാം. ബാക്കി പിള്ളേർക്ക് പൊക്ക് പൊതിയാൻ കൊടുക്കാം. ഇനിയിപ്പം സ്കൂളൊക്കെ തുറന്നു വരുമ്പോഴേക്കും അത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന്. എൻ്റെ അളിയ ഈ 5000 10,000 നോട്ടീസ് നമുക്ക് ഒട്ടിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അളി ഈ വെയിൽ നോക്കളെ, ഈ വെയിലത്ത് എങ്ങനെയാണ് നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്യുന്നത്? സർക്കാരിൻ്റെ തന്നെ പ്രത്യേക ഓർഡർ ഉണ്ട്. രാവിലെ 11 മണി മുതൽ 3 മണി വരെ ഒരു വർക്കും ചെയ്യണ്ട. പിന്നെ ഇതുവഴി നടന്നാൽ നിന്റെ വീട്ടിൽ എത്താം. പോയിട്ടൊരു 3 മണി കഴിയുമ്പോൾ വാങ്ങി ഇടേ പറ്റുമല്ലേ കളഞ്ഞിട്ട് പോടേ.
ഇതൊക്കെ കുറച്ച് വെയിൽ ഇതൊക്കെ കൊള്ളണം. ഇതിപ്പോൾ ഒരു മാസം നമ്മൾ ഈ വെയിൽ കൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ ജയിച്ചു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ 5 വർഷത്തേക്ക് നമുക്ക് വെയിലേ കൊള്ളണ്ട, AC റൂമിൽ ഇരിക്കാം. ബുദ്ധിമുട്ടുണ്ട് ആർക്കെങ്കിലും വെയിൽ കൊള്ളാൻ? ആ ഇല്ല, നിനക്കണ്ട. ഇല്ല, നിനക്കുണ്ടെങ്കിൽ പറയണം, അടുത്ത ആളിനെ ഞാൻ ഇറക്കാനാണ്. എന്തോ പറയണത്? എന്തായാലും ഞാൻ അതൊന്നും കൊണ്ടല്ല പറഞ്ഞു, ഈ വെയിലിന്റെ കാടിനെ ഓർത്തിട്ട് പറഞ്ഞു പോയതാണ്. ഈ വെയിൽ കൊള്ളുന്നത് കേരളത്തിൽ നീ ഒരാളൊന്നും അല്ല. നീ അല്ല എന്ത് വെയിലോട്ട് കറുത്ത നീ സാഹിബിന്റെ മോനാ അല്ലല്ല. പിന്നെ നമുക്കിപ്പോൾ വേണ്ടത് ഇലക്ഷന് എന്തൊക്കെ പരിപാടികളിലൂടെ എങ്ങനെ കുറച്ച് വോട്ട് പിടിക്കാന്നുള്ളതിനെ കുറിച്ച് പറയും. അങ്ങനെ വല്ല ബുദ്ധി ഉപയോഗിച്ച് പറയും. അപ്പോ നമുക്ക് കരമനയാറ് വൃത്തിയാക്കിയാലോ? ഏടാ പോട്ട, ആദ്യം ഇപ്പം ഒരു നേതാവ് ചെയ്തേ ഉള്ളൂ. വേറെ വല്ല പുതിയ ഐറ്റം ഉണ്ടെങ്കിൽ പറ. വെറുതെ നമുക്ക് കോവളത്തെ ശംഖുമുഖത്ത് പോയി കടൽ വൃത്തിയാക്കിയല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് സമയം വെള്ളത്തിൽ നീന്തുകയും ചെയ്യാം. അത് കൊള്ളാം, നല്ല ഐഡിയ. നമ്മളെ മറ്റേ കോളത്തെ ബോട്ടുള്ളവന്റെ പേര് ജസ്റ്റിനെ വിളിച്ചിട്ട് ഇവനെ ഒരു ബോട്ടിൽ കയറ്റി നടു കടലിലോട്ട് വിടാൻ പറയണം. എന്നിട്ട് നടു കടലിൽ കൊണ്ടുപോയി ഇവനെ തള്ളണം. ഇവ അവിടെ നിന്ന് കടൽ വൃത്തിയാക്കി ഇങ്ങനെ വരട്ടെ. അപ്പൊ ഞങ്ങളങ്ങ് വന്നോണം. നീ എവിടെ കാണുമോ? പോണോ? ഇപ്പൊ പോണോ? രാജാ, ഇനി നീ ഇലക്ഷൻ കഴിയണവരെ ഒരക്ഷരം മിണ്ടിയുണ്ടല്ലോ, നിന്റെ പേരിൽ ഞങ്ങൾ കുറെ വോട്ട് പിടിക്കും പാർട്ടി. അതെങ്ങനെ? എടാ നിന്നെ രക്തസാക്ഷിയാക്കുമെന്നായി പറഞ്ഞത്. അത് നിന്നെ കൊല്ലും, അത് തന്നെയാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ പ്രധാനമന്ത്രി ആവുന്ന കാര്യം? നീ മേളിൽ പോയി കഴിഞ്ഞാല് നിനക്ക് പ്രധാനമന്ത്രി ആവാം, നിനക്ക് പ്രസിഡന്റ് ആവാം, മുഖ്യമന്ത്രി ആവാം, ആരും കാണൂല. അവിടെ സാധനം ഒഴിഞ്ഞു കിടക്കണം. കുറെ കഷ്ടം തന്നെ ഇങ്ങനെയുള്ള. ഇടേ ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട്, വെയിലാണോ പ്രശ്നം, ഇതാണോ പ്രശ്നം? രണ്ടും പ്രശ്നമല്ല. വെയിൽ പിന്നെയും സഹിക്കാം, ഇതിനെ സഹിക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. ഇലക്ഷൻ കഴിയണവരെ വാ തുറക്കല്ല്.